ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ 9 പേരെ വെച്ചുകൊണ്ടായിരുന്നു വിജയം സ്വന്തമാക്കിയിരുന്നത്. 2 റെഡ് കാർഡുകൾ വഴങ്ങേണ്ടി വന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ തോമസ് അപ്പോൾ നടത്തിയ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനുകൾക്ക് വലിയ രൂപത്തിലുള്ള പ്രശംസ ലഭിച്ചിരുന്നു. അതായത് നോവ സദോയെ പിൻവലിച്ചുകൊണ്ട് ആ പൊസിഷനിലേക്ക് അമാവിയയെ അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡാനിഷ് ഫാറൂഖിനെ പിൻവലിച്ചുകൊണ്ട് കോയഫിനെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളായിരുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയിരുന്നത്. ഡ്രിൻസിച്ചിന് റെഡ് കാർഡ് ലഭിച്ചതിന് പിന്നാലെയാണ് ആ ഒരു മാറ്റങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നത്. അത് ഫലം കാണുകയും ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. കോയഫും അതുപോലെ തന്നെ അമാവിയയും മികച്ച രൂപത്തിൽ കളിക്കുന്നത് നമ്മൾ കണ്ടു. രണ്ടുപേരും ഡിഫൻസിനെ നല്ല രൂപത്തിൽ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷനുകൾക്ക് വലിയ രൂപത്തിലുള്ള പ്രശംസകൾ ലഭിച്ചിരുന്നു. ഇനിയിപ്പോൾ ഒഡീഷ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിലെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മത്സരത്തിന്റെ അവസാനത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് വിജയിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് കാരണം ഈ പരിശീലകന്റെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ തന്നെയാണ്. പ്രതിരോധത്തിലേക്ക് ഉൾവലിയാതെ ഓൾ ഔട്ട് അറ്റാക്ക് നടത്താനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതായത് കോയഫിനെ പിൻവലിച്ചുകൊണ്ട് ജീസസിനെ അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു. അതോടുകൂടി മുന്നേറ്റത്തിൽ 4 വിദേശ താരങ്ങൾ അണിനിരന്നു. നോവയും ലൂണയും ജീസസും പെപ്രയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഫലം ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ കോറു സിംഗിനെ പിൻവലിച്ചുകൊണ്ട് വിപിനെ കൊണ്ടുവരികയും ചെയ്തു. വിപിനാണ് ആ ഒരു വിജയ ഗോളിന് അസിസ്റ്റ് നൽകിയിട്ടുള്ളത്. അതും ഫലം കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ഈ സബ്സ്റ്റിറ്റ്യൂഷനുകൾക്ക് വലിയ രൂപത്തിലുള്ള പ്രശംസകൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ധീരമായ സബ്സ്റ്റിറ്റ്യൂഷനുകൾ എന്നാണ് പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഐബൻ ബാഡോഹിങ്ങിന് പകരം സന്ദീപ് സിംഗിനെയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഐബൻ അത്ര മികച്ച പ്രകടനമൊന്നും മത്സരത്തിൽ നടത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ക്രോസുകളൊക്കെ വലിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടിരുന്നു. എന്നാൽ സന്ദീപും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹവും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അക്കാര്യത്തിൽ ആരാധകർക്ക് എതിർപ്പുണ്ട്. അത് മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ എല്ലാം വിജയം കണ്ടിട്ടുണ്ട് എന്നാണ് ആരാധകർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതായാലും കൃത്യമായ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ആ ഒരു ശരിയായ സമയത്ത് നടത്താൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായും ആരാധകരെ സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.